സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് സമരം തുടരും. സർക്കാരുമായി KGMCTA നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ശേഷം സമരം കടുപ്പിക്കാനാണ് തീരുമാനം. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘന, ഇന്നിപ്പോൾ ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി ഇവരുടെ സാഹചര്യം എന്താണെന്നുള്ള കാര്യത്തിൽ. ഇന്നത്തെ ചർച്ചയിലും യാതൊരുവിധ തീരുമാനവും, ഈ ഡോക്ടേഴ്സിന് അനുകൂലമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണോ? അമൃത, അങ്ങനെ തന്നെയാണ്. അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് KGMCTA അറിയിക്കുന്നത്, ഭാരവാഹികൾ അറിയിക്കുന്നത്. അതിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമരക്കാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറെന്നുള്ള കാര്യം അറിയിക്കുന്നത്. അതിനുശേഷം ചർച്ച ചെയ്യുന്നു, പക്ഷെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ല. അതിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 2016 മുതലുള്ള കുടിശ്ശിക നൽകുക, DA കുടിശ്ശിക നൽകുക, അതുപോലെ തന്നെ തസ്തികകളിൽ വീണ്ടും നിയമനം നടത്തുക എന്നിവയാണ്. പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ ധനമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവരുമായിട്ടാണ് ഡോക്ടർമാർ കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ വ്യക്തമായ ഉറപ്പോ ആശിച്ച പുരോഗതിയോ ഇല്ലെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന ശേഷം തുടർ തീരുമാനമുണ്ടാകും. സമരം കടുപ്പിക്കുന്ന കാര്യത്തിൽ തുടർ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതായത് ഇപ്പോൾ തുടരുന്ന OP ബഹിഷ്കരണം, അതുപോലെ തന്നെ അടിയന്തരമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ചാണ് ഇപ്പോൾ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. അതുപോലെ തന്നെ PG വിദ്യാർത്ഥികളുടെയും UG വിദ്യാർത്ഥികളുടെയും അധ്യാപനം മുടക്കിക്കൊണ്ടാണ് സമരം മുന്നോട്ട് പോകുന്നത്. അത് തുടരുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് തുടരുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ അടക്കം പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് ഇതുപോലും താമസിക്കുകയും അതുപോലെ തന്നെ കാലതാമസം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പോലും പരിഹാരം കാണുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.